നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജിനി തോമസ്, മഞ്ഞമ്മൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് എൻഡോമെട്രിയോസിസ്? ഗർഭാശയത്തിൻ്റെ അകത്തെ ലൈനിങ്ങിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്, ഇന്നർ ലൈനിങ്. ഇത് മറ്റു അവയവഭാഗങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. സ്ത്രീകൾ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഈ ലൈനിങ് ഷെഡ് ചെയ്ത് അതാണ് ബ്ലീഡിംഗ് ആയി പുറത്തേക്ക് വരുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ ഈ ഫലോപ്പിയൻ ട്യൂബ് വഴി ഇത് അകത്തേക്ക് കടന്ന് മറ്റ് അവയവഭാഗങ്ങളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതായത് ഓവറീസ്, ട്യൂബ്സ്, യൂട്രസിൻ്റെ പുറം ഭാഗം, ബ്ലാഡറിൻ്റെ പുറം ഭാഗം, യൂട്രസും കുടലും തമ്മിൽ ഇടയിലുള്ള സ്പേസ് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് ഈവൻ ലങ്സിൽ വരെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്താണ് ഇതുണ്ടാക്കുന്ന സിംറ്റംസ്? പ്രധാനമായും പീരിയഡ്സിൻ്റെ സമയത്ത് അതിശക്തമായ അടിവയറ് വേദനയാണ് ഇതുണ്ടാക്കുന്നത്. കൂടാതെ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാക്കാം, ഇറഗുലർ ഫ്രീക്വൻറ്റ് ബ്ലീഡിംഗ് ഉണ്ടാക്കാം, പിന്നെ ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാകാം. ഇത് വന്ധ്യതയിലേക്കും ലീഡ് ചെയ്യാം. ഇതിൻ്റെ സിംറ്റംസിൽ അതിശക്തമായ അടിവയറ് വേദനയും ആയിരിക്കാം സ്ത്രീകൾ സാധാരണ OPയിൽ വരാറ്. ഇത് 3-4 ഡേയ്സ് മുന്നേ തുടങ്ങാം, മെൻസസിൻ്റെ ആ ദിവസങ്ങളിലും നീണ്ടു നിൽക്കാം. നമ്മളിതെങ്ങനെയാണ് ചികിത്സിക്കുന്നത്? 2 തരത്തിൽ നമുക്ക് ചികിത്സിക്കാം. ഒന്ന് സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അത് മെയിനായിട്ടും പെയിൻ റിലീഫിന് വേണ്ടിയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഈ മെൻസസിൻ്റെ സമയത്തുണ്ടാകുന്ന ഈ പെയിനിന് വേണ്ടി നമുക്ക് പെയിൻ കില്ലേഴ്സ് കൊടുക്കാം. പിന്നെ ഇതിനെ സപ്രസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ എൻഡോമെട്രിയോസ് എന്ന് പറയുന്ന അവസ്ഥയെ സപ്രസ് ചെയ്യുന്നതാണ് അടുത്ത ചികിത്സ. അതിന് പലതരത്തിലുള്ള ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രൊജസ്ട്രോൺസ് കൊടുക്കാം, പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് കൊടുക്കാം. പിന്നെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന പ്രൊജസ്ട്രോൺ റിലീസിങ് ഡിവൈസുകളുണ്ട്, മെറീന, എമിലി ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വന്ധ്യതയാണ്. വന്ധ്യതയിലേക്ക് ലീഡ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലർ ആവുകയാണെങ്കിൽ അത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരാം. അതായത് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ഈ ഡെപ്പോസിറ്റ്സ് എടുത്ത് മാറ്റുവാണ്, മാക്സിമം റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. അതുകൂടാതെ ഓവറിയിലൊക്കെ സിസ്റ്റം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യും. അതിനുശേഷം സംടൈംസ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റും ആവശ്യം വന്നേക്കാം. എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഡയഗ്നോസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ, മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സിവിയറിറ്റി, ഡെപ്ത് അറിയണമെന്നുണ്ടെങ്കിൽ MRI സ്കാനും ചിലപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് CA-125 എന്ന് പറയും. അത് എൻഡോമെട്രിയോസിന് സ്പെസിഫിക് ഒന്നുമല്ല, ബട്ട് എൻഡോമെട്രിയോസിസിൽ ഇത് എലിവേറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് കാരണം അതിൻ്റെ പ്രോഗ്നോസിസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ടെസ്റ്റും ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു സിംറ്റംസ് ഒക്കെ കാണുവാണെങ്കിൽ, അതായത് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പെയിന്, ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ എത്രയും വേഗം ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണിക്കുകയും അൾട്രാസൗണ്ട് ചെയ്ത് അതിൻ്റെ ഡയഗ്നോസിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതുപോലെ തന്നെ ചിലവർക്ക് ഒരു സിംറ്റംസും ഉണ്ടാകില്ല എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ, അത് വേറെന്തെങ്കിലും രോഗത്തിൻ്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കാനൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത് കണ്ടെത്തുന്നത്. മെൻസസ് നിൽക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ആക്ടിവിറ്റിയും കുറയും. അത് കാരണം തന്നെ ഇതൊരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്.